എല്ലാവർക്കും നമസ്കാരം. വാട്ടർ ഇൻടേക്കിൻ്റെ പ്രാധാന്യം എന്താണ് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിൽ വാട്ടറിൻ്റെ പ്രാധാന്യം എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഏകദേശം 70-80% വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളം നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ നമ്മൾ പറയും ഡീഹൈഡ്രേഷൻ ആവുക എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ വെള്ളം കുറയാൻ പാടില്ല ശരീരത്തിൽ. വെള്ളം കുറയുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അതോടൊപ്പം തന്നെ പല അസുഖങ്ങളും ഒക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ വെള്ളം കുടിക്കുന്നത് വളരെ കൃത്യമായിട്ട് വെള്ളം കുടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ് വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെല്ലാവരും നമുക്ക് സമയമുള്ളപ്പം അല്ലെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് കുറച്ച് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഒരുപാട് ദാഹിക്കുമ്പോൾ ആ ദാഹം കൊണ്ട് നടന്ന് അവസാനം കുറച്ച് വെള്ളം കുടിക്കും. പക്ഷേ നമ്മുടെ ശരീരത്തിൽ വെയിറ്റിന് ആനുപാതികമായിട്ട് നമ്മൾ വെള്ളം കുടിക്കണം. അപ്പോൾ നമ്മൾക്ക് ഏകദേശം ഒരു കണക്ക് പ്രകാരം ഒരു 20 കിലോ കണക്കാക്കി 1 ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കണം. അപ്പോൾ ഒരു 60 കിലോ ഉള്ള ആൾ ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പോൾ നമ്മൾ ഡോക്ടർമാരൊക്കെ നമ്മളോട് പറയാറുണ്ട് മിനിമം ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം നിങ്ങൾ കുടിക്കണം എന്ന്. അപ്പം 3 ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കാറുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ പലരും 3 ലിറ്റർ വെള്ളം കുടിക്കാറില്ല എന്നതാണ് സത്യം. നമ്മളൊരിക്കലും നമ്മൾ 1 ഗ്ലാസ് വെള്ളം കുടിക്കും, 2 ഗ്ലാസ് വെള്ളം കുടിക്കും, ചിലപ്പോൾ ഒരു 4 ഗ്ലാസ് വെള്ളം കുടിക്കും. നമ്മുടെ വിചാരം നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിച്ചു എന്നാണ്, പക്ഷേ നമ്മൾ ആക്ച്വലി വെള്ളം കുടിക്കുന്നില്ല. അപ്പം നമ്മളിത് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയ മെത്തേഡ് ഞാൻ ഉപയോഗിച്ച ഒരു മെത്തേഡും കൂടിയാണ് എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു ചെറിയ മെത്തേഡ്, നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ഒരു കുപ്പിയിലായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു കുപ്പി ഉപയോഗിച്ച് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 1 ലിറ്ററിൻ്റെ കുപ്പിയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും, കൗണ്ട് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അപ്പം നമ്മൾ 1 ലിറ്ററിൻ്റെ കുപ്പിയാകുമ്പോൾ നമ്മുടെ വെയിറ്റിനനുസരിച്ച് ഒരു 3 to 4 ലിറ്റർ നമ്മുടെ എങ്ങനെയാണ്. അപ്പം ഞാനൊരു 80 kg ഉള്ള സമയത്താണെങ്കിൽ ആയിരുന്നപ്പോൾ ഞാൻ 4 ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് ട്രൈ ചെയ്യായിരുന്നു. ആദ്യം നമുക്ക് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു, കാരണം തീരെ വെള്ളം കുടിക്കാതെ ശീലമായതുകൊണ്ട്. പക്ഷേ പിന്നെ ആ വെള്ളം കുടിക്കുന്നത് നോർമൽ റൊട്ടീൻ പോലെയായി. നമുക്ക് സ്ഥിരമായിട്ട് അങ്ങനെ വെള്ളം കുടിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മറ്റു പ്രശ്നങ്ങളില്ലാതെയോ നമുക്ക് പ്രോപ്പറായിട്ട് മൂത്രം പോവും. കിഡ്നിയിൽ വരുന്ന കല്ല് അല്ലെങ്കിൽ മൂത്ര കല്ല് എന്നൊക്കെ പറയുന്ന അത് വരില്ല. കാരണം വെച്ചാൽ ഡീഹൈഡ്രേഷൻ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും, അതൊന്നും ഇല്ലാതെയോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. സ്കിന്നൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ അതുപോലെ നമുക്ക് രാവിലെയുള്ള ബാത്റൂമിലൊക്കെ പോകുമ്പോൾ വളരെ സുഖമായിട്ട് ബാത്റൂമിൽ പോകാൻ പറ്റും. അതുപോലെ മൂത്രം ഒഴിക്കുന്നതിൽ വലിയ തടസ്സങ്ങളോ വേദനയോ അങ്ങനെയൊന്നും ഇല്ലാതെ ഉണ്ടാവും. കണ്ണിനൊക്കെ ഒരു ഫ്രഷ്നസ്, മൊത്തത്തിലൊരു ഫ്രഷ്നസ് ആയിരിക്കും വെള്ളം. വെള്ളം നമ്മുടെ ശരീരത്തിൽ മൊത്തം വെള്ളമാണ്. നമ്മുടെ ശരീരം ശരിക്കും വെള്ളത്താൽ നിർമ്മിതമാണല്ലോ. അപ്പം വെള്ളം ഒരുപാട് ഉള്ളതാണ് നമ്മുടെ ബോഡിയിൽ. അപ്പോൾ ആ വെള്ളം നമ്മൾ ബാലൻസ് ചെയ്യണം. അപ്പോഴും ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ, ദോഷങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ ഒരുപാട് കൂടുതൽ വെള്ളം കുടിക്കുകയും ചെയ്യും. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരുപാട് ഒറ്റയടിക്ക് കമത്തി കുടിക്കാമെന്ന് പറയില്ല, അങ്ങനെ കുടിക്കാതെ ഒരു കുപ്പി വെള്ളം ഒരുമിച്ച് അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളം ഒരുമിച്ച് അങ്ങ് കുടിക്കാതെ നിങ്ങൾ കുറച്ചായിട്ട് കുടിക്കാൻ ശ്രമിക്കാം. അങ്ങനെ സിപ്പായിട്ട് നിങ്ങൾ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആ വെള്ളം നിലനിൽക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നന്ദി, നമസ്കാരം.